കടമില്ലാതെ മരിക്കണം സഹോദരന്മാരെ. അല്ലാഹു ജല്ല ജലാലുഹു ഏത് കടങ്ങൾ ആർക്കുണ്ടോ അല്ലാഹു വീട്ടി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് നിങ്ങൾക്കറിയില്ലേ, അതാ കൊണ്ടുവരുന്നു മയ്യിത്ത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച മയ്യിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നു, ഇയാൾക്ക് കടമുണ്ടോ, ഇദ്ദേഹത്തിന് വല്ല കടവും കൊടുക്കാൻ വല്ല കടവുമുണ്ടോ? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് മറുപടി കിട്ടുന്നു, കടമുണ്ട്. എന്നാൽ ആ കടം വീട്ടാനുള്ള വല്ലതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുമ്പോ ഇല്ലെന്ന് മറുപടി കിട്ടിയിരുന്നു. ഇല്ലെന്ന് മറുപടി കിട്ടിയപ്പോൾ അവിടുത്തെ ആദ്യകാലങ്ങളിൽ അവിടുത്തേക്ക് സാമ്പത്തികമായി അല്ലാഹു തആല ധാരാളം ചൊരിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള കാലം, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിച്ചു കൊടുത്തതിന് ശേഷമുള്ള കാലമുണ്ട്. പക്ഷേ അങ്ങനെ ചൊരിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ കടമുണ്ട്, വീട്ടാൻ സ്വത്തില്ലെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറയുന്നു, സല്ലു അലാ സാഹിബിക്കും, അദ്ദേഹത്തിന് നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചോ, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്? അവിടുന്ന് പറയുകയാണ്, കടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, അപ്പൊ കടത്തോടുകൂടെ മരിച്ചുപോയ വ്യക്തിക്ക് മയ്യിത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷയമല്ലേ കടം. അതിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും നല്ല ബോധം വേണം. എന്നാൽ നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായി അല്ലാഹു തആല പുരോഗതി കൊടുത്തതിന് ശേഷം, അല്ലാഹു തആല പല നിലക്കും സ്വത്തുക്കൾ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷം അതാ അവിടുന്ന് പറയുന്നു, അതേ അന ഔലന്നാസി ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവനാണ് ഞാൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അതേ അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾക്ക്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫമൻ തൂഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലൈഹി ഖളാഉഹു. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചിട്ട് അയാൾക്ക് കടം വീട്ടാനുണ്ടോ? ആരെങ്കിലും കടം വീട്ടാനുണ്ടോ? ഫഅലൈഹി ഖളാഉഹു, ആ കടം ഞാൻ വീട്ടിക്കോളും. ഞാൻ അവരവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട നേതാവാണ്. എന്റെ അനുയായികളിൽ ആർക്കെങ്കിലും കടത്തോടുകൂടെ മരിച്ചിട്ടുണ്ടോ? ആ കടം ഞാൻ ഏറ്റെടുത്ത് ഞാൻ വീട്ടിക്കോളും. വമൻ തറക മാലൻ ഫഹുവ ലിവറസതിഹി. എന്നാൽ എന്റെ ബന്ധം അങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന ബന്ധമാണ്, അതേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ബന്ധമാണ് എന്റെ ബന്ധം. അതുകൊണ്ട് തന്നെ കടം ഞാൻ വീട്ടിക്കോളും. ആരെങ്കിലും മരിച്ചിട്ട് വല്ല സ്വത്തും ബാക്കിയുണ്ടെങ്കിലോ ഫഹുവ ലിവറസതിഹി, അതിൽ ഒരു നയാകാശം എനിക്ക് അവകാശം തരേണ്ടതില്ല, അത് അദ്ദേഹത്തിന്റെ അവകാശികൾക്കുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ സഹോദരന്മാരെ, കടം എന്ന് പറയുന്ന വിഷയം അത് വളരെ ഗൗരവമുള്ളതാണ്. അതെപ്പോഴും നമുക്ക് ബോധമുണ്ടാകേണ്ട ഒരു കാര്യമാണ്. കടം വന്നു പോകാതെ ജീവിച്ചു മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കോ ആർക്ക് എവിടെ എന്ത് കടമുണ്ടോ സർവ്വ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനേ. കടമുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നല്ല സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. നബി തങ്ങൾ പറഞ്ഞു, കാന റജുലുൻ യുദായിനുൻ നാസ, ഒരാൾ ജനങ്ങൾക്ക് എപ്പോഴും കടം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിമയോട്, അദ്ദേഹത്തിന്റെ സർവന്റിനോട് അദ്ദേഹം പറഞ്ഞു, ഇദാ തൈത മഹ്സറൻ തജാവസ് അൻഹു, കിട്ടാനുള്ള ഒരു മനുഷ്യൻ ഞെരിക്കക്കാരനാണെങ്കിൽ നീ അങ്ങ് വിട്ടുകൊടുത്തേക്കണം കേട്ടോ.
കേട്ടോ, നമുക്ക് കിട്ടാനുള്ളൊരു മനുഷ്യൻ തൽക്കാലം തരാൻ കഴിയില്ലെങ്കിൽ ഈ വിട്ടുകൊടുക്കണം. എന്തേ കാരണം? നമ്മൾ പല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നമ്മക്കും വിട്ടുതരാൻ അത് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലഖിയല്ലാഹു ഫതജാവസ അൻഹു. അയാൾ മരണപ്പെട്ടിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഓ മുസ്ലിമീങ്ങളെ, ഞെരിക്കക്കാര് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് വിട്ടുകൊടുക്കുക എന്നത് അത് പ്രത്യേകമായി പടച്ചവന്റെ അടുക്കൽ വിട്ടുവീഴ്ച കിട്ടാൻ കാരണമാണ് കേട്ടോ. അതേസമയത്ത് സ്വത്തും വെച്ചിട്ട് കടം വീട്ടാതിരിക്കുന്ന ഏർപ്പാട് പാടില്ല. നിങ്ങൾ നോക്കൂ, ഒന്നുമില്ലാതെ മടങ്ങിപ്പോയി ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നു. കാന യദ്ദാനു, മുആദ് റളിയല്ലാഹു അൻഹു കടം വാങ്ങുന്ന ആളാണ്. മൂപ്പര് ധാരാളം കൊടുക്കുന്ന ആളാ. കടം വാങ്ങിയിട്ട് സദഖ കൊടുക്കലെന്നെ കൊടുക്കല്, അങ്ങനെയാണ് മൂപ്പരെ പതിവ്. كان معاذ بن جبل شابا سخيا وكان لا يمسك شيئا فلم يزل يدان حتى أغرق ماله كله في الدين. മൂപ്പർ കടം വാങ്ങി കൊടുത്തു സുബ്ഹാനല്ലാഹ്, മുആദ് റളിയല്ലാഹു അൻഹു കടക്കാരനായി പോയി. വീട്ടാൻ വകുപ്പില്ല. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് കടം കിട്ടാനുള്ളവരാവലാതി പറയുന്നു. മുആദ് റളിയല്ലാഹു അൻഹു കടം കിട്ടാനുള്ളവരോട് നബിയെ, തങ്ങൾ കുറച്ച് അവധി വാങ്ങിത്തരികയോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ വരുന്നതുവരെ ഒന്ന് കാത്തു നിൽക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുറഹ്മാൻ ബിൻ കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലൗ തറകൂലി അലില്ല തറകൂലി മുആദിൻ ലി അജീലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടാനുള്ള സംഖ്യ ചോദിക്കാൻ പലരും വളരെയേറെ സമർത്ഥന്മാരാണ്, അത് വിട്ടുകൊടുക്കാൻ പലർക്കും മടിയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സഹാബികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ ധർമ്മം ചെയ്യുന്ന ആളല്ലേ, ഒരൽപ്പം അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുത്തുകൂടെ എന്ന നിലക്കും മറ്റും നബി തങ്ങളൊരു സൂചന നൽകിയപ്പോ അവർ പറയുന്ന, നബിയെ, മുആദിന് സ്വത്തുണ്ട്, ഞങ്ങൾക്കിപ്പോൾ തന്നെ ഞങ്ങളെ കടം വാങ്ങിയത് കിട്ടണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് ഏറ്റെടുത്തു. അത് മുഅ്ഫബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് മുഴുവനും വിറ്റു. കടം കൊടുക്കാനുള്ള ഹക്ക് വീട്ടാനുള്ളവർക്ക് മുഴുവനും വീട്ടിത്തീർത്തു. ഹത്താ ഖാബ മുആദ് ബിഗൈരി ശൈഇ. മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പിന്നെ ഒരു സ്വത്തുമില്ല കേട്ടോ. കടം കൊടുക്കാനുള്ളവന് കടം വീട്ടാതെ സ്വത്തും വെച്ച് കൂപറ്റിച്ച് കെട്ടിപ്പൂട്ടി ജീവിക്കുന്നത് ശരിയല്ല. കൊടുക്കാനുള്ളത് കൊടുത്തേറ്റി അവനവന്റെ ശരീരവും ആത്മാവും രക്ഷപ്പെടുത്തണം. അത് പഠിപ്പിച്ച മേധാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം പണത്തോടുള്ള വിധമമായ പ്രതിപത്തിയുടെ പേരിൽ ഓ മുസ്ലിമീങ്ങളെ കുടുംബബന്ധം മുറിക്കുന്നവരുണ്ട്, സ്നേഹബന്ധം വലിച്ചെറിയുന്നവരുണ്ട്, പണത്തോടുള്ള അത്യാർത്തിയുടെ പേരിൽ എന്ത് തോന്നിവാസവും സംസാരിക്കുന്നവരുണ്ട്, വാക്കിലംഘിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ താഴ്ന്ന പണത്തെ പൂജിച്ച് ജീവിക്കുന്ന മനുഷ്യനാകരുത്. പണം താഴ്ന്ന സാധനമാണ്. അല്ലാഹുവും റസൂലും അതേറ്റവും വലുതാണ്. ആഖിറത്തിലെ ജീവിതം ഏറ്റവും വലുതാണ്. ആ ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. അതാ ഒരു മനുഷ്യന് കടമുണ്ടെങ്കിലോ അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് വീട്ടാൻ ഒരാൾ തയ്യാറായാൽ അത് വലിയ ബറക്കത്താണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ മയ്യിത്ത് കൊണ്ടുവരുന്നു. കടമുണ്ടോ എന്ന് ചോദിക്കുന്നു. കടമുണ്ടെന്ന് മറുപടി കിട്ടുന്നു. വീട്ടാൻ സ്വത്തുണ്ടോ ഇല്ലെന്ന് മറുപടി ലഭിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചോ, ഞാനിങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. അലയ്യ ദൈറുഹു യാ റസൂലല്ലാഹ്, ആ മനുഷ്യന്റെ കടം ഞാൻ ഏറ്റെടുക്കുന്നു നബിയേ. തങ്ങൾ അവന് മയ്യിത്ത് നിസ്കരിക്കും നബിയേ. അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു നബിയേ. ഫതഖദ്ദമ ഫസല്ല അലൈഹി. അലി റളിയല്ലാഹു അൻഹു കടം ഏറ്റെടുക്കുന്നു. കടമുള്ള ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു. തങ്ങൾ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ ദുആ, ഫക്കല്ലാഹു റിഹാനക മിനന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ നിന്റെ സഹോദരൻ കടം കൊണ്ട് തടവിലാക്കപ്പെട്ടുപോയി. നിന്റെ സഹോദരൻ കടത്തോടെ മരിച്ചതുകൊണ്ട് അതാ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ കിടക്കുകയാണ്. അതുകൊണ്ട് ആദ്യം കടം വീട്ടു. ചെറിയ യതീമക്കളെ നമുക്ക് പിന്നെ പറയാം. യതീം കുട്ടികളെ ചെലവഴിക്കുന്നത് പിന്നെ നോക്കാം. ഇപ്പോൾ നിന്റെ സഹോദരന്റെ കടം വീട്ടു. ഫദഹബതു ഫഖളൈതു അൻഹു, ഉടനെ ഞാൻ പോയി എന്റെ സഹോദരന്റെ കടം വീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഖളൈതു അൻഹു, ഞാൻ കടം വീട്ടി കഴിഞ്ഞു നബിയേ. വലം തബ്ഖ ഇല്ല ഇംറഅത്തുൻ തദ്ഈ ദീനാറൈൻ, ഒരു സ്ത്രീ അവൾ പറയുന്നുണ്ട് എന്റെ സഹോദരൻ 2 സ്വർണ്ണ നാണയം കൊടുക്കാനുണ്ട് എന്ന്. പക്ഷേ വലൈസത്തുൽ ഹാബയ്യന, ആ സ്ത്രീയുടെ കയ്യിൽ തെളിവില്ല, സാക്ഷിയില്ല, തെളിവില്ല. എന്റെ സഹോദരൻ 2 ദീനാർ കൊടുക്കാനുണ്ട് എന്ന് പറയും. ഇതെന്റെ സഹോദരന് ചെറിയ കുഞ്ഞു മക്കളല്ലേ ഉള്ളൂ. അപ്പൊ സഹോദരന് തെളിവില്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അയത്തിഹാ ഫഇന്നഹാ സാദിഖ, അവൾക്ക് നീ കൊടുത്തോ. അവൾ സത്യം പറയുന്ന പെണ്ണാണ്. അവൾ കളവ് പറഞ്ഞതല്ല, കൊടുക്കാനുള്ളത് തന്നെയാണ്. ഒരുപക്ഷേ അത് അല്ലാഹുവിന്റെ റസൂലുമായി ജീവിതത്തിൽ കൊണ്ടറിഞ്ഞതാകാം, അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് തന്നെ അറിവ് കിട്ടിയതാകാം. സുബ്ഹാനല്ലാഹ്, ഏതായിരുന്നാലും ശരി കൊടുക്കാനുണ്ടെന്ന് ബോധ്യമുണ്ട്, പക്ഷേ തെളിയില്ല. അതിന്റെ പേരിൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കരുത് കേട്ടോ.